നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നടുക്കഷ്ണമാണോ? അതായത് നടുവിലെ കുട്ടി? അതല്ല എങ്കിൽ അങ്ങനെ ഒരു നടുക്കഷ്ണം നിങ്ങളുടെ വീട്ടിലുണ്ടോ? അല്ലെ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്, മൂത്ത കുട്ടി എന്ന് പറയുന്ന സമയത്ത് ഒരു പാരൻസിൻ്റെ ആദ്യ കുട്ടി എന്നുള്ള എല്ലാ പരിഗണനയും അവന് കിട്ടും അല്ലേ? അവന് എല്ലാ സൗകര്യങ്ങളും കിട്ടും, സന്തോഷം കിട്ടും, സ്നേഹം കിട്ടും, പരിഗണന കിട്ടും, ക്ഷമ കിട്ടും, എല്ലാ സംഭവങ്ങളും കിട്ടും. എന്നാൽ രണ്ടാമത്തെ കുട്ടിക്കോ പലപ്പോഴും അവഗണനയാണ് ലഭിക്കാറ്. അത് മനഃപൂർവ്വം ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, പക്ഷെ അവനെ സംബന്ധിച്ച് അവന് കിട്ടുന്നതെല്ലാം തന്നെ ആ ഒരു ഫീലിങ്സ് ആയിരിക്കും. മൂത്ത ആൾ ഉപയോഗിച്ച സൈക്കിള്, ടോയ്സ് ആയിരിക്കും പലപ്പോഴും രണ്ടാമത്തെ ആൾക്ക് കിട്ടുക. മൂത്ത ആൾക്ക് വാങ്ങുന്ന പല സാധനങ്ങളും ബാക്കിയായിരിക്കും പലപ്പോഴും രണ്ടാമത്തെ ആൾക്ക് കിട്ടുക. എന്തിനേറെ ഡ്രസ്സ് പോലും പലപ്പോഴും മൂത്ത ആൾ ഉപയോഗിച്ചതായിരിക്കും രണ്ടാമത്തെ ആൾക്ക് കിട്ടുന്നത്. അതേപോലെ ഇളയ കുട്ടി ഉണ്ടെങ്കിൽ അവനും കിട്ടും പരിഗണന. ഇളയ കുട്ടിയാണല്ലോ എന്നുള്ള പരിഗണനയും സ്നേഹമൊക്കെ കിട്ടുന്നുണ്ടാവും. ഇങ്ങനെ മൂത്ത കുട്ടിക്കും ഇളയ കുട്ടിക്കും ഇടയിൽ കിടക്കുന്നവരാണ് ഈ പറഞ്ഞ നടുക്കഷ്ണം എന്ന് പറയുന്നവർ. അവരനുഭവിക്കുന്ന പല മാനസിക പ്രയാസങ്ങളും പലരും മനസ്സിലാക്കാറോ മൈൻഡ് ചെയ്യാറോ പോലും ഇല്ല. ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാൽ പോലും മൂത്ത ആളുടെയോ ഇളയ ആളുടെ കൂടെയോ ഒരുപാട് ഫോട്ടോ കണ്ടാൽ പോലും നടുവിലെ ആളുടെ കൂടെ പലപ്പോഴും ഫോട്ടോസ് പോലും കാണാറില്ല. ഇതൊന്നും പലപ്പോഴും മാതാപിതാക്കൾ ഒരു ഇന്റൻഷനോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളല്ല. മൂത്ത കുട്ടിയും ഇളയ കുട്ടിക്കും ആ രീതിയിൽ പരിഗണിക്കപ്പെടുമ്പോൾ മറ്റേ ആൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അവഗണന എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഈ അവഗണന എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. വളർന്നു വരുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലപ്പോഴും ഇടയാക്കാണ്. ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാശി, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഒഴിഞ്ഞു മാറല്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കൽ എന്ന കാര്യങ്ങളൊക്കെ തന്നെ മിഡിൽ ചൈൽഡ് സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. നിങ്ങൾ നല്ല രക്ഷിതാവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ രണ്ടാമത്തെ കുട്ടിക്കും മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ പരിഗണനയും അതേ ലാളനയും അതേ സ്നേഹവും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളൊരു നടുക്കഷ്ണമാണെങ്കിലേ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളായിരിക്കും ആ വീട്ടിലെ ഏറ്റവും സ്ട്രോങ് പേഴ്സൺ. നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊന്നും മറ്റാർക്കും അവിടെ ഉണ്ടാവില്ല. സ്വയം പര്യാപ്തമാവാനും സ്വയം വിജയത്തിലേക്ക് എത്താനും നിങ്ങൾക്കായിരിക്കും ഏറ്റവും എളുപ്പം.